ദൈവത്തിന് സ്തോത്രം. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. അവർക്ക് മാത്രം എവിടുന്ന്? കർത്താവിൻ്റെ കോടതിയിൽ കരുണ കിട്ടും. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ? പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോഴെല്ലാം മുട്ടിൽ നിന്ന് കർത്താവെ കരുണ തോന്നണമേ എന്ന് 1000 വട്ടം പ്രാർത്ഥിച്ചാൽ കരുണ കിട്ടില്ല. ഒരു 10,000 വട്ടം പ്രാർത്ഥിച്ചാലും കരുണ കിട്ടില്ല. കരുണ കിട്ടാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. എന്നാൽ അർഹിക്കുന്നവർക്കൊക്കെ ഞാൻ കരുണ കാണിക്കുക. അപ്പോൾ എൻ്റെ കർത്താവ് എന്നോടും കരുണ കാണിക്കും. ഹല്ലേലൂയ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. അവർക്ക് എന്ത് കിട്ടും? അവർ ദൈവത്തെ കാണും. ആമേൻ. ഒരു നിർമ്മല ഹൃദയവും ശുദ്ധ മനസാക്ഷിയും ഉള്ളവരായി നാം മാറണം. മാറാത്തിടത്തോളം കർത്താവിനെ കാണാൻ എനിക്ക് കഴിയുകയില്ല. ഹൃദയം എന്ന് പറയുന്നത് വലതു കൈമുഷ്ടി ചുരുട്ടിപ്പിടിക്കുന്ന അത്രയും വലിപ്പത്തിൽ ഇടത് നെഞ്ചിന് താഴെ ഇരുന്ന് മിടിക്കുന്ന ഹൃദയത്തെക്കുറിച്ചല്ല. ദൈവമക്കളെ, വിചാരങ്ങളുടെ കേന്ദ്രസ്ഥാനമായ ഹൃദയത്തെക്കുറിച്ചത്ര ഇവിടെ സംസാരിക്കപ്പെടുന്നത്. ഒരു മനുഷ്യനെ അശുദ്ധനാക്കുന്നത് അവനിലേക്ക് ചെല്ലുന്നത് ഒന്നുമല്ല, അവനിൽ നിന്ന്, അവന്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ പുറപ്പെടുന്നവയത്രേ. ദുശ്ചിന്ത, വ്യഭിചാരം, വിടക്കുകണ്ണ്, അസൂയ, നിഗളം, മത്സരം മുതലായി സകലതും ഒരു മനുഷ്യന്റെ ഹൃദയത്തിലല്ലയോ രൂപം കൊള്ളുന്നത്. ആമേ. അപ്പോൾ തിരിച്ചറിവുണ്ടാകണം. എൻ്റെ ഉള്ളാണ് മാറേണ്ടത്, ഹൃദയശുദ്ധിയാണ് ഞാൻ പ്രാപിക്കേണ്ടത്. എൻ്റെ ഹൃദയം ശുദ്ധമായാൽ ഞാൻ പൂർണ്ണമായും ശുദ്ധനാകും. ഇവിടെയാണ് മാനസാന്തരപ്പെടേണ്ടിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇത് നോമ്പിന്റെ പര്യവസാന നാളുകളാണ്. ആളുകൾ കുമ്പസാരിക്കുന്ന ദിനങ്ങളാണ്. കുമ്പസാരത്തിലൂടെ സ്വയം പരിശോധിച്ച് തിരുത്തുന്ന ദിനങ്ങളാണ്. ശരിക്കും കുമ്പസാരം നടത്താൻ ഈ ജനത്തിന് ഇനിയും കഴിയേണ്ടതുണ്ട്. കുമ്പസാരിക്കാൻ ഒരാൾക്ക് കഴിയണമെങ്കിൽ സ്വയത്തിലേക്ക് തിരിഞ്ഞു നോക്കി, കണ്ണാടിയിലേക്ക് നോക്കി നീ ഒരു പാപിയാണെന്ന് പറയാനുള്ള ആർജവമുണ്ടാകണം. കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബത്തിലേക്ക് നോക്കി നീ ഒരു പാപിയാണ്, നീ ഒരു മദ്യപാനിയാണ്, നീ ഒരു വ്യഭിചാരിയാണ്, നിന്റെ കാഴ്ച ശരിയല്ല, നിന്റെ കേൾവി ശരിയല്ല, നിന്റെ സംസാരം ശരിയല്ല, നിന്റെ പെരുമാറ്റം ശരിയല്ല, നിന്റെ നടപ്പ് ശരിയല്ല, നീ അശുദ്ധനാണ്, നീ പാപിയാണെന്ന് അവരവരോട് തന്നെ പറയാനുള്ള ഒരാർജവം ഉണ്ടാകണം. ഹല്ലേലൂയ. ഭാര്യയെ നോക്കി നീ ശരിയല്ല, നീ പാപിനിയാണ്, നീ കുറഞ്ഞവളാണ്, നീ മോശക്കാരിയാണ്, നീ അഹങ്കാരിയാണ് എന്ന് പറയുന്നിടത്തല്ല ഒരു മനുഷ്യന്റെ കുമ്പസാരം നടക്കുന്നത്. ദൈവമക്കളെ, ഭർത്താവിന്റെ മുഖത്ത് നോക്കി നീ ധിക്കാരിയാണ്, നീ അഹങ്കാരിയാണ്, നീ മത്സരിയാണ്, നീ എന്നെ ഒരർത്ഥത്തിലും സ്നേഹിക്കാത്തവനാണെന്ന് കുറ്റം വിധിക്കുന്നിടത്തല്ല ഒരാളുടെ ശുദ്ധീകരണം നടക്കുന്നത്. സ്വന്തം മുഖത്തേക്ക് നോക്കി, സ്വന്തം മനസ്സിലേക്ക് നോക്കി, സ്വന്തം ആഴങ്ങളിലേക്ക് നോക്കി നീ ഒരു പാപിയാണെന്ന് കുറ്റപ്പെടുത്തുമ്പോഴാണ്. നിർഭാഗ്യാവശാൽ നമുക്ക് കഴിയാത്തത് ഈ കുറ്റപ്പെടുത്തലാണ്. മറ്റുള്ളവരെയെല്ലാം കുറ്റപ്പെടുത്താൻ നമുക്ക് വലിയ ആർജവമാണ്. മറ്റുള്ളവരെ തിരുത്താൻ വേണ്ടി ആയുസ് കളയുന്നവരാണ് നമ്മൾ. മറ്റുള്ളവരെ തിരുത്താൻ വേണ്ടി ആയുസ് കളഞ്ഞിട്ട് അവര് തിരുത്തപ്പെടുന്നില്ല, ഞാനോ തിരുത്തപ്പെടുന്നില്ല, ആരും തിരുത്തപ്പെടുന്നില്ല. ജീവിതം പാഴായിപ്പോയി. എന്നെ തിരുത്താൻ ഞാൻ അല്പനേരം ചെലവഴിച്ചിരുന്നെങ്കിൽ എന്റെ ജീവിതം മാത്രം നന്നാകുമായിരുന്നു, അതുകൊണ്ട് എന്നോടൊപ്പമുള്ളവരും നന്നാകുമായിരുന്നു. പാഴായി പോകുന്നില്ലേ ഈ ജീവിതത്തിൽ എത്രയോ സമയം? ഈ ലോകത്ത് ഒരാൾ വിചാരിച്ചാൽ നന്നാക്കിയെടുക്കാൻ എത്ര പേരെ നന്നാക്കിയെടുക്കാൻ പറ്റും? ഈ ലോകത്ത് ഒരാൾ വിചാരിച്ചാൽ എത്ര പേരെ നന്നാക്കിയെടുക്കാൻ പറ്റും? ഒരുപക്ഷെ നിങ്ങൾ പറയും അത് ഓരോരുത്തരുടെയും സാഹചര്യം അനുസരിച്ചാണ് എന്ന്. എന്നാൽ സത്യം അതല്ല. ഈ ലോകത്ത് ഒരാൾ വിചാരിച്ചാൽ നന്നാക്കിയെടുക്കാൻ ഒരേ ഒരാളെ മാത്രമേ പറ്റൂ. ഒരേ ഒരാളെ. ഒരു ഭർത്താവ് വിചാരിച്ചാൽ ഭാര്യയെ നന്നാക്കിയെടുക്കാൻ പറ്റില്ല. അതിനുവേണ്ടി ഏതെങ്കിലും ഭർത്താവ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ന് നിർത്തിക്കോ. നിന്റെ ജന്മം പാഴായി പോകും. നിനക്ക് നിന്റെ ഭാര്യയെ നന്നാക്കാൻ പറ്റത്തില്ല. ഒരു ഭാര്യ വിചാരിച്ചാൽ അവളുടെ ഭർത്താവിനെ നന്നാക്കാൻ പറ്റില്ല. ഏതെങ്കിലും സ്ത്രീ അതിനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നിർത്തിക്കോണം. സഹോദരി, നീ വിചാരിച്ചാൽ നിന്റെ ജന്മം പാഴായി പോവുകയുള്ളൂ. നിന്റെ ഭർത്താവിനെ നന്നാക്കാൻ നിനക്ക് പറ്റില്ല.
ചില സ്ത്രീകൾ വഴക്കുണ്ടാക്കും, ചിലർ ഒച്ചയെടുക്കും, ചില ഭർത്താവിന് വേണ്ടി എല്ലാ പ്രാർത്ഥനയിലും പോകും. എല്ലാ പ്രാർത്ഥനയിലും എന്ന് പറഞ്ഞാൽ എവിടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ ഭർത്താവ് നന്നാവണമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പ്രാർത്ഥിക്കുന്ന സകല ഇടത്തോട്ടും പോകും. ആര് പ്രാർത്ഥിച്ചാലും വേണ്ടില്ല, അവിടെയൊക്കെ പോകും. ഇനി ആരെങ്കിലുമൊക്കെ പറഞ്ഞ് ഇപ്പം ഭർത്താവ് ശരിയാവുമെന്ന് പറഞ്ഞാൽ അവിടെ കിടക്കും. സഹോദരിമാരെ, ചിലർ മെഴുതിരി കത്തിക്കും, ചിലർ ഇത് ശാപം അങ്ങോട്ട് തുടങ്ങും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഭർത്താവ് കണ്ണു മുമ്പിൽ നിന്ന് മാറണത് വരെ പ്രാക്ക് ശാപവും. നിങ്ങൾ നന്നാവില്ല, നിങ്ങൾ അങ്ങനെ ചിലർ ഭർത്താവിനെ നന്നാക്കാൻ നോക്കുന്നത്. ഭർത്താക്കന്മാർ ചിലർ വഴക്കുണ്ടാക്കും, ചിലർ അടിക്കും. പക്ഷെ ഇവിടുത്തെ നിയമം സമ്മതിക്കാത്തതുകൊണ്ട് കുറെ പേര് തന്നെ മര്യാദപ്പെട്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ പങ്കാളിയെ നന്നാക്കാൻ പറ്റില്ല. ഒരു മനുഷ്യൻ വിചാരിച്ചാൽ നന്നാക്കിയെടുക്കാൻ പറ്റുന്ന ഒരേ ഒരാളെ ലോകത്തുള്ളൂ. ആ ഒരാൾ അയാൾ മാത്രമാണ്. അപ്പോ നിങ്ങളിപ്പോ എന്നോട് ക്ഷമിക്കണം, പാറയ്ക്കരച്ചൻ ന്യൂസിലൻഡിന് വന്നത് കുറെ പേരെ നന്നാക്കാന്ന് വിചാരിച്ചിട്ടല്ല. ഈ യാത്രക്കിടയിൽ എപ്പോഴെങ്കിലും എന്നെ ഒന്ന് നന്നാക്കാൻ പറ്റിയാൽ അത് പുണ്യമാണല്ലോ എന്ന് ഓർത്തിട്ടാണ്. ആമേ. നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളെ നന്നാക്കാൻ പറ്റും. ഇന്നലെ അച്ഛൻ പറഞ്ഞത് നിങ്ങളുടെ ഓർമ്മയിൽ കാണുമോ? ആരാണ് ബലവാൻ? ലോകത്ത് മറ്റാരെയും വരച്ച വരയിൽ നിർത്തുന്ന ഒരാളല്ല. സ്വന്തം മനസ്സിനെയും മനസാക്ഷിയെ വരച്ച വരയിൽ നിർത്താൻ കഴിയുന്ന ഒരാളാണ് ബലവാൻ. ഹല്ലേലൂയ. ഈ ജീവിതത്തിൽ ഒരുപാട് പേരെ തിരുത്താനും നന്നാക്കാനും ശ്രമിച്ചു ജീവിതം പാഴാക്കി കളഞ്ഞിട്ടും സ്വയം തിരുത്താനും നന്നാക്കാനും ശ്രമിക്കാത്ത സ്വയം തോൽപ്പിക്കുന്നവരാണ് നമ്മൾ. ഇവിടെയാണ് ജീവിതം മാറേണ്ടത്. ഞാൻ എന്നെ വിശുദ്ധീകരിക്കണം, എൻ്റെ ജീവിതത്തിൽ ഞാൻ മാറ്റം വരുത്തണം, ഞാൻ എന്നെ കുറ്റപ്പെടുത്തണം, ഞാൻ എൻ്റെ തെറ്റിലേക്ക് വിരൽ ചൂണ്ടണം. ഈ പോക്ക് എനിക്ക് അപകടമാണെന്ന് ഞാൻ എന്നോട് പറയണം, മാറിയേ പറ്റൂ എന്ന് ഞാൻ എന്നെ നിർബന്ധിക്കണം. ലോകത്താരെയെങ്കിലും ബോധ്യപ്പെടുത്താനല്ല, എന്നെയും എൻ്റെ കർത്താവിനെയും ബോധ്യപ്പെടുത്താൻ. ഹല്ലേലൂയ. എന്നെയും എൻ്റെ കർത്താവിനെയും ബോധ്യപ്പെടുത്താൻ. സ്തോത്രം. ഹല്ലേലൂയ. എന്നെയും എൻ്റെ കർത്താവിനെയും ബോധ്യപ്പെടുത്താൻ. ഞാനൊരു വിദേശ രാജ്യം സന്ദർശിച്ചപ്പോ എനിക്ക് ചെറുപ്പം മുതൽ അറിയാവുന്ന ഒരു കുഞ്ഞ്, ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞ്, ഒരുപാട് ദൈവവേല ചെയ്യാൻ ഇഷ്ടപ്പെട്ട ഒരു കുഞ്ഞ് അവിടെ 7 വർഷമായി ജോലി ചെയ്ത് താമസിക്കുകയാണ്. കല്യാണം കഴിച്ചിട്ടില്ല. എന്നെ ആ പ്രദേശം മൊത്തം കാണിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി. ഒരു സ്ഥലത്ത് ചെന്നിട്ട് ആ സ്ഥലം കാണിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, ഇവിടെ നടക്കുന്നത് ഇന്ന പരിപാടികളാണ്. ഇതിനകത്ത് കയറിയാൽ ഏതൊരു മനുഷ്യനും അതിനകത്ത് പെട്ടുപോകും. അത്രയ്ക്കും മ്ലേച്ഛതകളാണ് ഇതിനകത്ത് നടക്കുന്നത്. ഏത് ജഡത്തിൽ വസിക്കുന്ന മനുഷ്യനെയും വലിച്ച് ആകർഷിച്ച് തിന്മയിൽ വീഴ്ത്തുന്ന ഒരു സംഗതിയാണ് ഇവിടെ നടക്കുന്നത്. വേറെ ഒരുപാട് സ്ഥലങ്ങളിലൂടെ എന്നെ കൊണ്ടുപോയി. അവിടെയൊക്കെ നടക്കുന്നത് എന്നോട് പറഞ്ഞു. എല്ലാം കഴിഞ്ഞ് തിരിച്ച് താമസ സ്ഥലത്തെത്തിയപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ, ഇത്രയും വഷളത്വം നിറഞ്ഞ ഈ സ്ഥലത്ത് കഴിഞ്ഞ 7 കൊല്ലം നീ താമസിച്ചിട്ടും നീ ഇതിലൊന്നും പെട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അവൻ എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ ഇതിലൊന്നും പെട്ടിട്ടില്ല. അപ്പൊ നിനക്കിതിനുള്ള പ്രലോഭനങ്ങൾ ഉണ്ടായില്ലേ? ഇഷ്ടംപോലെ പ്രലോഭനങ്ങൾ ഉണ്ടായി. എന്തുകൊണ്ട് നീ ഇതിലൊന്നും പെട്ടില്ല? അവന്റെ മറുപടി നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുന്ന ഒരു മറുപടിയാണ്. അച്ഛാ, ഞാൻ ഈ നാട്ടിലേക്ക് പോന്നപ്പോ എൻ്റെ പപ്പ എൻ്റെ കൂടെ പോന്നിട്ടില്ലായിരുന്നു, എൻ്റെ മമ്മി എൻ്റെ കൂടെ പോന്നിട്ടില്ലായിരുന്നു, എൻ്റെ ചേട്ടന്മാർ എൻ്റെ കൂടെ പോന്നിട്ടില്ലായിരുന്നു, എന്നെ വേദപാഠം പഠിപ്പിച്ച അധ്യാപകരാരും എൻ്റെ കൂടെ പോന്നിട്ടില്ലായിരുന്നു, എൻ്റെ പള്ളിയിൽ അച്ഛനും എൻ്റെ കൂടെ പോന്നിട്ടില്ലായിരുന്നു, എന്നെ അരുതെന്ന് തിരുത്താൻ എനിക്ക് വേണ്ടപ്പെട്ടവരാരും എൻ്റെ കൂടെ പോന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഞാൻ ഈ രാജ്യത്തേക്ക് പോന്നപ്പോ എൻ്റെ യേശു എൻ്റെ കൂടെ പോന്നിട്ടുണ്ടായിരുന്നു. ഞാന് ഈ മ്ലേച്ഛതകൾ നിറഞ്ഞ ഓരോ സ്ഥലത്തുകൂടെയും കടന്നു പോകുമ്പോൾ എൻ്റെ ചുമലോട് ചാരി എൻ്റെ തമ്പുരാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. മോനെ, ഇത് നമുക്ക് പറ്റിയ സ്ഥലമല്ല. എൻ്റെ ഉള്ളിൽ എൻ്റെ കർത്താവ് എന്നെ നിരന്തരം ഓർമ്മിപ്പിച്ചു കൊണ്ടിരുന്നു. ഇത്രയും മ്ലേച്ഛത നിറഞ്ഞ സ്ഥലത്ത് 7 കൊല്ലം പാർത്തിട്ടും മനസ്സുകൊണ്ടെങ്കിലും കളങ്കപ്പെടാതെ എനിക്കിവിടെ നിൽക്കാൻ കഴിഞ്ഞതിൻ്റെ കാരണം എൻ്റെ ഉള്ളിൽ യേശു ഉണ്ടായിരുന്നതുകൊണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഈ ചെറുപ്പക്കാരൻ്റെ മുമ്പിൽ നിവർന്നു നിൽക്കാനുള്ള നെഞ്ചുറപ്പുണ്ടാവുമോ? ദൈവമക്കൾ അന്വേഷിക്കണം. അടച്ചിട്ട മുറിക്കുള്ളിൽ, തുറന്നു വെച്ച കമ്പ്യൂട്ടറിൽ
എന്താണ് കണ്ണുകൾ അന്വേഷിച്ചിട്ടുള്ളത്? എന്താണ് മനസ്സ് തേടിയിട്ടുള്ളത്? എന്താണ് ആസ്വദിച്ചിട്ടുള്ളത്? മറക്കാൻ പറ്റാത്ത ചില ഓർമ്മകളുണ്ട് എൻ്റെ ഉള്ളിൽ. എനിക്ക് തോന്നുന്നത് 1 വർഷം മുമ്പ് സൗദി അറേബ്യയിൽ നിന്നൊരു ചെറുപ്പക്കാരൻ വിളിച്ചു. അവൻ എന്നെ വലിയ നിലവിളിയോടുകൂടിയാണ് വിളിക്കുന്നത്. നിലവിളി നിർത്തുന്നില്ല. ഞാൻ ചോദിച്ചു, എന്താ കുഞ്ഞെ? അവൻ പറഞ്ഞു, ഞാൻ നശിച്ചു അച്ഛാ, ഞാൻ നശിച്ചു, എൻ്റെ ജീവിതമേ നശിച്ചു. എന്താ പ്രശ്നം? അവൻ പറഞ്ഞു, അച്ഛാ, ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കുകയാണ്, 12 വർഷമായി. ഞാൻ വിവാഹിതനാണ്, ഒരു കുഞ്ഞിൻ്റെ അപ്പനാണ്. എൻ്റെ ഭാര്യയും കുഞ്ഞും നാട്ടിലാണ്. അച്ചോ, എനിക്ക് കൊള്ളാവുന്ന ജോലിയാണ്, വലിയ വരുമാനമുണ്ട്. ഞാൻ എൻ്റെ താമസ സ്ഥലത്ത് അടച്ചിട്ട മുറിക്കുള്ളിൽ എല്ലാ ദിവസവും ഉണ്ട്. വൈകിട്ട് ജോലി കഴിഞ്ഞ് വന്നാൽ തുറന്നു വെച്ച കമ്പ്യൂട്ടറിലേക്ക് ഞാൻ എൻ്റെ കണ്ണ് പൊഴുത്തും. പിന്നെ ഞാൻ കാണുന്ന കാഴ്ചകൾ എന്നെ തീർത്തും മലിനമാക്കുന്നവ. തികച്ചും ഞാൻ വൈകൃതങ്ങൾ മാത്രം കാണുന്നു, അശുദ്ധി മാത്രം കാണുന്നു. എൻ്റെ അച്ചോ, ഞാൻ അതിനകത്ത് പൂണ്ട് കിടക്കുകയാണ്. ഇത് നാളുകളായി, ലോകത്താരും കണ്ടിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല. ഞാൻ ഇവിടെ പള്ളിയില്ലാത്തത് കൊണ്ട് പള്ളിയിൽ പോകണ്ട. പള്ളി ഉണ്ടായിട്ടും പള്ളിയിൽ പോകാത്തവരാണല്ലോ നമ്മുടെ ആളുകൾ. സൗകര്യമുണ്ടെങ്കിലും എങ്ങനെ പോകാതിരിക്കാമെന്ന് ചിന്തിക്കുന്നവരാണല്ലോ നമ്മുടെ ആളുകൾ. പള്ളിയിൽ പോയാൽ എന്താ ലാഭം? പള്ളിയിൽ പോയാൽ നഷ്ടമാണ്. സ്തോത്ര കാഴ്ച ഇടുന്നത് നഷ്ടമാണ്. അവിടെ ചെലവഴിക്കുന്ന സമയം നഷ്ടമാണ്. ആ സമയത്ത് ജോലി ചെയ്താൽ അത്രയും കൂടെ സമ്പാദിക്കാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, പള്ളിയില്ല, പള്ളിയിലും പോകുന്നില്ല. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കാൻ പോലും മറന്നുപോയി. കഴിഞ്ഞ അനേക വർഷങ്ങളായി ഞാൻ ഈ പാപത്തിൻ്റെ അടിമത്തത്തിൽ കിടക്കുക. അച്ചോ, ഒരാഴ്ച മുമ്പ് ഇത് കണ്ട് എവിടെയോ ഒരു മടുപ്പ് തോന്നിയപ്പോൾ ഞാൻ ഇനി വേറെന്തെങ്കിലും കാണാമെന്ന് നനച്ച് യൂട്യൂബിലൂടെ സെർച്ച് ചെയ്യുമ്പോഴാണ് അച്ഛൻ്റെ ഒരു പ്രസംഗം എൻ്റെ മുമ്പിൽ വന്നുപെട്ടത്. ഞാൻ ആ മോണിറ്ററിലേക്ക് നോക്കിയിരുന്നപ്പോൾ അച്ഛൻ്റെ കണ്ണുകൾ തുറിച്ചു വരികയും വിരൽ ചൂണ്ടിപ്പിടിക്കുകയും ചെയ്തിട്ട് അട്ടഹസിക്കുന്ന ഒരു ശബ്ദമാണ് ഞാൻ ആ മീഡിയയിലൂടെ കേട്ടത്. കുഞ്ഞെ, അടച്ചിട്ട മുറിക്കുള്ളിൽ തുറന്നു വെച്ച കമ്പ്യൂട്ടറിൽ നിന്റെ കണ്ണ് തേടുന്നത് പാപത്തിന്റെ കാഴ്ചയാണെങ്കിൽ അപ്പൻ ഇവിടെയില്ല, അമ്മ ഇവിടെയില്ല, സഹോദരങ്ങളില്ല, കൂടപ്പിറപ്പുകളില്ല. നിന്റെ സ്വർഗത്തിലെ ദൈവം നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. നിന്റെ മേൽ ദൈവത്തിന്റെ ശിക്ഷ വരാതിരിക്കില്ല. അട്ടഹസിക്കുന്ന ശബ്ദമാണ് ഞാൻ കേട്ടത്. അച്ചോ, തലയ്ക്ക് അടി കിട്ടിയതുപോലെ വല്ലാതെ തകർന്നുപോയി. ഞാൻ അറിയാതെ കണ്ണ് നിറഞ്ഞൊഴുകി. ഞാൻ മുട്ടിൽ വീണു. ഞാൻ നിലവിളിക്കാൻ തുടങ്ങി. അച്ചോ, ആ പ്രസംഗം തീരുന്നത് വരെ ഞാൻ കേട്ടു. ഒരുപാട് നിലവിളിച്ചു. പിന്നെ സെർച്ച് ചെയ്ത് പല പ്രസംഗങ്ങൾ കേട്ടു. എല്ലാം എന്നെ വല്ലാതെ പിടിച്ചു ഉലയ്ക്കുകയായിരുന്നു. എൻ്റെ പാപം എന്നെ വല്ലാതെ തിക്കുന്നു. അച്ഛനോടൊരു വാക്ക് സംസാരിക്കാൻ വേണ്ടി നമ്പർ തേടിയിട്ട് കിട്ടിയില്ല. ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. 10 മിനിറ്റ് കൊണ്ട് 40 പേർ പ്രതികരിച്ചു. അപ്പോഴെനിക്ക് മനസ്സിലായി അച്ഛനെ ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നുണ്ടെന്ന്. ഞാൻ എന്നെ ഒന്ന് സഹായിക്കാൻ വേണ്ടി വിളിച്ചതാ. എന്നെ ഇതിൽ നിന്നൊന്ന് രക്ഷിക്കണം. എനിക്ക് ഈ മ്ലേച്ഛത ഇനി കാണണ്ട. എനിക്കൊരു വിടുതൽ കിട്ടണം. ഞാൻ അവനോട് പറഞ്ഞു, മോനെ, പാപത്തെ ഉപേക്ഷിക്കണമെങ്കിൽ ആദ്യം അതിനെ വെറുക്കണം. വെറുത്ത് ഉപേക്ഷിക്കണം. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. സ്നേഹമുള്ള ഒരാളോട് ഇനി കാണണ്ട എന്ന് നാം തീരുമാനിച്ചാലും കണ്ട മിണ്ടും, അല്ലേ? എനിക്ക് സ്നേഹമുള്ള ഒരാളെ ഇനി കാണണ്ട എന്ന് ഞാൻ വിചാരിച്ചാലും കണ്ടാൽ ഞാൻ സ്വാഭാവികമായിട്ടും മിണ്ടും. വെറുത്തുപോയ ഒരാളെ കണ്ട മിണ്ടുവോ? ഇല്ല. ഇവിടെ ഒരുപാട് പേര് പാപത്തെ ഉപേക്ഷിക്കുന്നുണ്ട്, പക്ഷേ വെറുക്കുന്നില്ല.